to CSIR JRF Net Examination Class, General Aptitude Paper, Lesson number 17, Continuation, Mensuration Part 2. This is 35th lecture in this series. General Aptitude Paper for Net Examinations, Mensuration Part 2. So you just recall the formulae we have studied in the previous lecture, and we continue problem today. Mensuration Part 2. നെറ്റ് എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് മെൻസുറേഷൻ ആണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഫോർമുല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്ന ഫോർമുലയെ ഒന്ന് റിക്കവർ ചെയ്യണം. അതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ ഇത് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നും. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ആണ് പറയുന്നത് മെൻസുറേഷൻ. The curved surface area of a cylindrical pillar is 264 meters square and its volume is 924 meter cubed. Find the ratio of the diameter to its height. The curved surface area of a cylindrical pillar is 264 meters square and its volume is 924 meter cubed. Find the ratio of the diameter to its length. അപ്പോൾ ഒരു സിലിണ്ടറാണ്, റൈറ്റ് സിലിണ്ടറിക്കൽ പില്ലർ, അതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ അത് 264 മീറ്റർ സ്ക്വയർ ആണ്. വോളിയം 924 മീറ്റർ ക്യൂബാണ്. എങ്കിൽ അതിൻ്റെ ഡയമീറ്ററിൻ്റെയും ഹൈറ്റിൻ്റെ റേഷ്യോ D/H കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ആൻസർ 3:7, 7:3, 6:7, 7:16 എന്നിങ്ങനെ 4 ചോയ്സാണ്. ലെറ്റ് us see what is the answer. Answer is B. The solution, the volume is pi r square root h and the curved surface area is 2 pi r h. For 2 pi r l, we know if h is height, the curved surface area is 2 pi r h. So that ratio we can find first. Pi r square h by 2 pi r h is equal to 924 by 264, and 1 r will cancel, and on simplification we get r is 924 by 264 into 2, which is 7 meter, and 2 pi r h is given 264 meter, 264 meter square. So we can find h. 2 pi r h is 264, that is h is 264 by 2 pi. 264 by, it is not h is equal to 264 by 2 pi r, that is 264, pi is 22 by 7, so we take reciprocal and multiply into 1 by 2 into 1 by 7. That is 6 meter. 6 meter. Therefore, we get required ratio. Required ratio, that is 2r. 2r is diameter. Diameter by h. Height, that is 14 by 6. 7:3 is the answer. അപ്പോൾ മോളുടെ കാൽക്കുലേഷൻ മനസ്സിലായല്ലോ. 2 pi r h 264 ആണ്. അപ്പോൾ h കാണുമ്പോൾ ഈ 264 by 2 pi r ആണ്. pi 22 by 7. ആ 2 കൂടി താഴെ വരും. പിന്നെ 6 നമുക്ക് കിട്ടിയത് മുകളിലത്തെ കാൽക്കുലേഷനകത്ത് നമുക്ക് കിട്ടിയത് 7 മീറ്ററിനാണ് കിട്ടിയത്. അതാണ് ഇട്ടിരിക്കുന്നത്. 1/7 എന്നുള്ള മോഡൽ ഇട്ടിരിക്കുന്നത്. ആൻസർ 7:3 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വി ക്യാൻ സീ. A cistern, ഒരു പാത്രം, ഒരു വീപ്പ് അല്ലെങ്കിൽ ഒരു ജലസംഭരണി പറയും. A cistern of capacity 8,000 liters measures externally 3.3 meter by 2.6 meter by 1.2 meter and its walls are 5 centimeter thick. The thickness of the bottom is, the bottom thickness കണ്ടുപിടിക്കാനാണ്.
എ സിസ്റ്റേൺ ഓഫ് കപ്പാസിറ്റി 8000 liters മെഷേഴ്സ് എക്സ്റ്റേണലി ആണ് തന്നിരിക്കുന്നത് 3.3 meter by 2.6 meter by 1.1 meter and its walls are 5 centimeter thick. The thickness of the bottom is, ഇപ്പോൾ വാൾസ് എന്നുള്ളവിടെ ഉദ്ദേശിക്കുന്നത് കർവ്ഡ് സർഫസിനാണ് വാൾസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ബോട്ടത്തിൻ്റെ തിക്നെസ് കണ്ടുപിടിക്കുന്നത്. ഇത് വോളിയം കാണാനുള്ള മെഷർമെൻ്റ് ആണ് തന്നിരിക്കുന്നത്. ഇതൊരു ക്യൂബോയിഡ് ആണ്, ലെങ്ത് ബ്രെഡ്ത്ത് ഹൈറ്റുള്ള ക്യൂബോയിഡ് സിസ്റ്റേണാണ് പാത്രം. അപ്പോൾ അതിന് ഈ 3.3 by 2.6 by 1.1 എന്ന് പറയുന്നത് നമ്മളത് വായിക്കുന്ന രീതിയാണ്. ശരിക്കും അത് 3.3 into 2.6 into 1.1 അങ്ങനെ എഴുതിയാൽ വായിക്കുന്നത് എങ്ങനെയാണ്? 3.3 into 2.6 into 1.1 എന്ന് എഴുതിയാൽ നമ്മൾ വായിക്കുന്നത് 3.3 meter by 2.6 meter by 1.1 meter എന്നാണ് വായിക്കേണ്ടത്. വോളിയം എവിഡൻ്റാണ്. അത് മൂന്നും മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ്റ്റേണൽ വോളിയം കിട്ടും. ഈ സൈഡ് വാൾസിൻ്റെ തിക്നെസ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. അപ്പോൾ താഴെയുള്ള തിക്നെസ് നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ തിക്നെസ് ഓഫ് ദി ബോട്ടം ഈസ് എ ചോയ്സ് 90 centimeter, 1 decimeter. 1 decimeter ആയല്ലോ, 10 centimeter ആണ്. 1 meter d 1.1 centimeter. So you see the solution option B 1 decimeter ആണ്. Let the thickness of the bottom be x centimeter. താഴെയുള്ള ബോട്ടം ഭാഗത്തിൻ്റെ തിക്നെസ് x സെൻറ്റിമീറ്റർ എന്ന് വിചാരിക്കുക. ദെൻ നമ്മൾ അതിൻ്റെ ഇൻറ്റേർണൽ വോളിയം കണ്ടുപിടിക്കുകയാണ്. നമ്മൾ കണ്ടുപിടിക്കുകയാണ്. വോളിയം കണ്ടുപിടിക്കുമ്പോൾ എന്ത് കിട്ടും? ഇൻറ്റേർണൽ ലെങ്ത്, ഇൻറ്റേർണൽ ബ്രെഡ്ത്ത്, ഇൻറ്റേർണൽ തിക്നെസ്, അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് തിക്നെസ് വാളിൻ്റെ 10 centimeter ആണല്ലോ. 3.3 meter ലെങ്ത് ആകുമ്പോൾ അത് സെൻറ്റിമീറ്റർ ആകുമ്പോൾ 330. അപ്പോൾ 330 - 10 എഫക്റ്റീവ് ഇൻറ്റേർണൽ ലെങ്ത് ആണ്. 260 - 10 2.6 meter എന്ന് പറഞ്ഞാൽ 260 centimeter ആണ്. തിക്നെസ് കുറക്കുമ്പോൾ നമുക്ക് 260 - 10. പിന്നെ ഹൈറ്റ് 1.1 meter ആണല്ലോ. അപ്പോൾ അത് സെൻറ്റിമീറ്റർ ആക്കുമ്പോൾ 110 centimeter മൈനസ് ദ ബോട്ടം തിക്നെസ് വി ടേക്ക് ആസ് x. സോ സബ്ട്രാക്ട്. This volume is 8,000 liters. Liters we can convert into cc, centimeter cubed, by multiplying it by 1000. Because 1 liter is 1000 cc. Cc means centimeter cubed. So this calculation we do in centimeter. നമ്മൾ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യുന്നത് സെൻറ്റിമീറ്ററിലാണ്. ഈ 1000 എന്ന് പറയുന്നത് 8000 ലിറ്ററിനെ cc സെൻറ്റിമീറ്റർ ക്യൂബ്ഡ് ആക്കാൻ വേണ്ടിയാണ് 1000 കൊണ്ട് ഗുണിക്കുന്നത്. അപ്പോൾ LHS സെൻറ്റിമീറ്ററാണ്, RHS സെൻറ്റിമീറ്ററിലാണ് എടുത്തിരിക്കുന്നത്. വോളിയം ഇക്വേറ്റ് ചെയ്ത ഒരു സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അപ്പോൾ അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദാറ്റ് ഗിവ്സ് 320 × 250 × 110 - x is equal to 8000 × 1000. 110 - x is equal to, we divide 8000 × 1000 by 320 × 250 is equal to 100. Therefore, x is equal to 110 - 100, that is 10 centimeter is equal to 1 decimeter. You remember the CGS unit conversion. 10 centimeters is 1 decimeter. That you know the table. 10 millimeter is 1 centimeter. 10 centimeter is 1 decimeter. 1 decimeter is 10 decimeter is 1 meter. 10 meter is 1 decameter. 10 decameter is 1 hectometer, and 10 hectometer is 1 kilometer. That's the table you have to study. Here it is sufficient to remember 1 decimeter is 10 centimeter. Next problem. What is the total surface area of a right circular cone of height 40 centimeter and base radius 7 centimeter?
What is the total surface area of a right circular cone of height 40 centimeter and base radius 7 centimeter? ഇപ്പോൾ ബേസ് റേഡിയസ് 7 സെന്റിമീറ്റർ ഉള്ള ഹൈറ്റ് 40 സെന്റിമീറ്റർ ഉള്ള ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാരണം. അപ്പോൾ നമ്മൾ ആ സർഫസ് ഏരിയ PRL പിന്നെ ബേസിന്റെ ഏരിയ PR², അവ രണ്ടും കൂട്ടിയെടുത്താൽ മതി. ആൻസർ given is 344.35 centimeter square, B 462 centimeter square, C 498.35 centimeter square, D none of this. Let us see the answer. So to find the curved surface area, we have to determine slant height, and for that we apply the Pythagoras theorem, that is L square is h square plus r square. Therefore L is root of h square plus r square, root of r square plus h square. R is 7, h is 14. We do calculation in centimeters. We get a root of 245, 7 root to 5 centimeter. That is slant height. So total surface area of a right cone, that you know, PRL, curved surface area, plus base area PR². Base is a circle for right circular cone. So we get the formula is again repeated. Pi we take as 22/7 for better calculation, into R7 into 7 root to 5 plus 22/7 into 7 into 7. Radius is 7. We take 154 as common factor. Inside bracket we get root to 5 plus 1 centimeter square. And you remember root to 5 is 2.236. Root to 5. You know, root to 4 is 2. Root 9 is 3. The root is in between 2 and 3, and exact root to 5. That you have to remember somehow. That is 3.236, or you can remember 3.25 in that manner, 24. In that manner you can remember. And the answer is 498.35 centimeter square. Root to 5 you try to remember 3.24. That is the answer. Next question. A large cube is formed from the material obtained by melting 3 smaller cubes of 3, 4 and 5 centimeter side. What is the ratio of the total areas of the smaller cubes and the large cube? Read it again. A large cube is formed from the material obtained by melting 3 smaller cubes of 3, 4 and 5 centimeter side. What is the ratio of the total surface areas of the smaller cubes and the larger cube? The answer is 2:1, B 3:2, C 25:18, D 27:20. You see the answer, solution. അപ്പോൾ 3 സ്മോളർ ക്യൂബ്സ് ആണ്. അപ്പോൾ ക്യൂബിൻ്റെ ഏരിയ A³ ആണെന്ന് അറിയാം. അപ്പോൾ നമ്മൾ 3ൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കുമ്പോൾ V1 ക്യൂബ്ഡ് പ്ലസ് P1 plus V2 plus V3, that is A1 cubed plus A2 cubed plus A3 cubed. So we can write 3 cubed plus 4 cubed plus 5 cubed. On simplification we get 216 centimeter cubed. The calculation is in centimeter. Let the edge of the large cube be A. അപ്പോൾ ഇവ 3 ഉരുക്കി വലിയൊരു ക്യൂബ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വോളിയം ക്യൂബ് ചെയ്യണം. സോ വോളിയം ഓഫ് ലാർജ് ക്യൂബ് ഈസ് A cubed is 216. Therefore, A is cubed root of 216, which is 6 centimeter. So required ratio. അപ്പോൾ അതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കാനാണ്. എന്ത് റേഷ്യോ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്? Total surface area. What's the ratio? Total surface area of smaller cubes and the large cube എന്നുള്ളതാണ്.
ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ, അപ്പോൾ എ വശമുള്ള ഒരു ക്യൂബിൻ്റെ സർഫസ് ഏരിയ 6a² എനിക്കറിയാം. 6a² ആണ്. എ വശമുള്ള ക്യൂബിൻ്റെ സർഫസ് ഏരിയ 6a² ആണ്. കാരണം 6 വശമുള്ളതുകൊണ്ടാണ്, ഒരു ക്യൂബിന് 6 സൈഡുകൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ 6a² എടുക്കുന്നത്. അപ്പോൾ ഇവിടെ 3 ക്യൂബാണ് ഉള്ളത്. അപ്പോൾ ഒന്നാമത്തേത് 6x3² ഏരിയ, രണ്ടാമത്തേത് 6x4², മൂന്നാമത്തേതിൻ്റെ 6x5². അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് കിട്ടുന്നത് 6x3² + 4² + 5². പിന്നെ വലുതിൻ്റെ ലാർജ് ക്യൂബിൻ്റെ ഏരിയ 6x6². അപ്പോൾ റേഷ്യോ ആ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 50/36, ദാറ്റ് ഈസ് 25:18. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. How many bricks, each measuring 25 cm by 11.2 cm by 6 cm, will be needed to build a wall of 8 meter by 6 meter by 22.5 cm? ആ ഇൻറ്റു എന്നുള്ള ബൈ എന്ന് വായിക്കാൻ കേട്ടോ. നിങ്ങൾ ഇൻറ്റു എന്ന് വായിക്കാം, അല്ലെങ്കിൽ ബൈ എന്ന് വായിക്കാം. നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റിനകത്ത് ബൈ വായിച്ചില്ലേ, അതിൻ്റെ മീനിങ് ഇതാണ്. How many bricks, each measuring 25 cm into 11.25 cm into 6 cm, will be needed to build a wall of 8 meter into 6 meter into 22.5 cm? All the calculations we have to do in centimeter. So the answer is 5600. എത്ര ബ്രിക്സ് നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. 5600, B 6000, D 6400, D 7200. Answer C. Number of bricks, volume of the wall by volume of 1 brick. അതാണ്. അല്ലെങ്കിൽ 1 brick into n, volume of 1 brick into n is equal to volume of the wall. So volume of 1 brick we take and divide volume of the wall by it. അതായത് n into small v is capital V. അതാണ് ഫോർമുല. n into small v, where small v is the volume of 1 brick. n is the number of brick. n into small v is capital V when we write in physics term or mathematics term. That's the രീതി. n into small v is capital V, where small v is the volume of 1 brick and capital V is the volume of all the bricks, that is the wall. So the answer is wall volume. The calculation is in centimeter. 800 into 600 into 22.5. And volume of 1 brick, 25 into 11.25 into 6. The answer is 6400. Next question. The dimensions of a cuboid are 7 cm, 11 cm and 30 cm. The total surface area is. ഒരു ക്യൂബോയിഡിൻ്റെ ഒരു ക്യൂബിക്കൽ സ്ട്രക്ചർ, ഒരു ക്യൂബോയിഡിൻ്റെ റൈറ്റ് പ്രിസം മോഡൽ സൈഡാണ് തന്നിരിക്കുന്നത്. 7 cm, 11 cm, 30 cm. The total area, surface area is A 311 cm square, B 622 cm square, C 1001 cm square, D 2002 cm square. Answer B, surface area. Surface area we can find by this equation. 2 into 7 into 11 plus 11 into 13 plus 7 into 13. The sides, that is L into B plus L into H plus B into H. 2 into, the formula we have studied, we have seen in the previous class, that is area of the cuboid. Total surface area of the cuboid is 2 times of L into B plus L into H plus B into H. Where L is the length, B is the breadth and H is height. So we put all those values here and we get 2 into 3, 11, which is equal to 622 centimeters square.
Next problem. Rita and Mita, maybe. Both are having lunch boxes of a cuboid shape. Length and breadth of Rita's lunch box are 10% more than that of Mita's lunch box. But the depth of Rita's lunch box is 20% less than Mita's lunch box. The ratio of the capacity of Rita's lunch box to that of Mita's lunch box is. അപ്പോൾ രണ്ട് കുട്ടികളുടെ കാര്യമാണ് പറയുന്നത്. റീത്തായും മീത്തായും അവരുടെ ചോറുപാത്രം, ടിഫിൻ ക്യാരിയർ, ലഞ്ച് ബോക്സ് അതൊരു ക്യൂബോയിഡ് ആണ്. അതായത് റൈറ്റ് പ്രിസം മോഡൽ ക്യൂബോയിഡ് ആണ്. ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ഓഫ് റീത്താസ് ലഞ്ച് ബോക്സ്. അപ്പോൾ റീത്തയുടെ ലഞ്ച് ബോക്സിന്റെ ലെങ്തും ബ്രെഡ്ത്തും മീത്തയുടെ ലഞ്ച് ബോക്സിനേക്കാൾ 10% കൂടുതലാണ്. എന്നാൽ ഡെപ്ത് അത് മീത്തയുടെ ലഞ്ച് ബോക്സിനേക്കാൾ 20% കുറവാണ്. So the ratio of the capacity of Rita's lunch box to that of Mita's lunch box is. അവരുടെ ലഞ്ച് ബോക്സിന്റെ വോളിയം റേഷ്യോ കണ്ടുപിടിക്കാനാണ്. Capacity means volume. A 11 is to 15, B 15 is to 11, C 121 is to 125, D 125 is to 121. So we can find separately the volume. Let L, B and H denote the length, breadth and depth of Mita's lunch box. Then length of Rita's lunch box. റീത്തയുടെ, അപ്പോൾ നമ്മൾ മീത്തയുടെ ലഞ്ച് ബോക്സിന്റെ ഡയമെൻഷനാണ് വിചാരിക്കുന്നത്. We suppose the dimensions of the length, breadth and height of Mita's lunch box. The length of Rita's lunch box, that is 110% of L. 110% means 110 by 100, which is 11 by 10 L. Breadth of Rita's lunch box, that is 110% of B, 11 by 10 B. Depth of Rita's lunch box, that is 20% less, that is 80% of H. 80% is 80 by 100, 4 by 5 H. Therefore ratio of the capacities of Rita's and Mita's lunch boxes. That is, we write first Rita's lunch box values. 11L by 10 into 11B by 10 into 4H by 5, that is volume, is to LBH, that is Mita's lunch box. So we get 121 by 125 is to 1, we can multiply by 125, we get 121 is to 125. Question number 18. A rectangular water tank is 8 meter high, 6 meter long and 2.5 meter wide. How many liters of water can it hold? അപ്പോൾ ഒരു വാട്ടർ ടാങ്കിൻ്റെ ഷേപ്പ് റെക്റ്റാങ്കുലർ ആണ്. 8 മീറ്റർ ഹൈറ്റ്, 6 മീറ്റർ നീളം, 2 മീറ്റർ വൈഡ്, 2.5 മീറ്റർ വൈഡാണ്. എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് ഈ ലിറ്റർ, അതുപോലെ മീറ്റർ ക്യൂബ്ഡ് ആയിട്ടുള്ള റിലേഷനൊക്കെ ഓർക്കണം. 1 മീറ്റർ ക്യൂബ്ഡ് എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ ആണ്. 1 ലിറ്റർ 1000 cc ആണ്. അതുപോലെ 1 മീറ്റർ ക്യൂബ്ഡ് 1000 ലിറ്റർ എന്ന് ഓർക്കണം. 1 മീറ്റർ ക്യൂബ്ഡ് ഈസ് 1000 ലിറ്റർ എന്നുള്ള കൺവേർഷൻ ഫാക്ടർ ഓർത്ത് വേണം കണക്ക് ചെയ്യാനായിട്ട്. സോ ദ ആൻസർ ഇസ് 120 ലിറ്റർ, 1200 ലിറ്റേഴ്സ്, 12,000 ലിറ്റേഴ്സ്, 120,000 ലിറ്റേഴ്സ്. Option D, volume of the tank is equal to 8 into 100 into 6 into 100 into 2.5 into 100. We convert into centimeter square for better calculation.
That is 1 and 2 followed by 7 zeros, isn't it? And 1 liter is 1000 cc, centimeter cubed. Cc can be converted into liter by dividing it by 1000. That is 1,200,00 liters. Or you can do in meter cubed. That is 8 into 5 into 2.5. That is in meter cubed. Multiply it by 1000. We get liters. Next question. Total surface area of a cube whose size is 0.5 centimeters. ഒരു ക്യൂബ് ഉണ്ട്, അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാനാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് 1/4 സെൻറ്റിമീറ്റർ സ്ക്വയർ, 1/8 സെൻറ്റിമീറ്റർ സ്ക്വയർ, 3/4 സെൻറ്റിമീറ്റർ സ്ക്വയർ, 3/2 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് ഒരു ക്യൂബിൻ്റെ സൈഡ് 0.5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ക്യൂബിന് ഒരു സർഫസിൻ്റെ ഏരിയ A² ആണ്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ 6 ഫേസസ് ഉണ്ടതിന്. അപ്പോൾ ടോട്ടൽ ഏരിയ 6A² എന്നുള്ള ഫോർമുല അതാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. നോക്കി സൊല്യൂഷൻ. സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു 6A², 6 into 1/2 square. ദാറ്റ് ഈസ് 6 into 1/4. 6 into only 1 6. 6 into 1/4. That is 3/2 centimeter square. Next question. A large cube is formed from the material obtained by melting 3 smaller cubes, 3, 4 and 5 centimeter side. The ratio of the total surface area of the smaller cubes and the larger cube is a similar one we have done, and this is a repetition question. A large cube is formed from the material obtained by melting smaller cubes of 3, 4 and 5 centimeter wide. The ratio of the total surface area of the smaller cubes to the larger cube is 2:1, 3:2, 25/18, 27/20. And the answer in the previous question we have seen is 25:18. Look at here. Answer is 25:18. The same problem, repetition problem. Volume of the larger cube, that is 3 square plus 4 square plus 3 cubed plus 4 cubed plus 5 cubed, that is 260 centimeter cubed. Let the edge of the larger cube be a centimeter. Its volume 216, A16, A6. Therefore, required area, that is total surface area by surface area of the smaller cubes by area of the large cube, that is 6 into 3 square plus 4 square plus 5 square by 6 into 6 square. We have seen this problem, that is 25:80. That is solved with your 35th lecture on general aptitude. We continue our class with another topic in the next class. Thank you.